എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. തേങ്ങയൊന്നും ചേർക്കാതെ കുറച്ച് മാത്രം എണ്ണയിൽ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശ പത്തിരി എല്ലാത്തിനും കൂടെ സൂപ്പറാണ് കേട്ടോ. സാധാരണ ചിക്കൻ കറിയിൽ എല്ലാവരും സവാളയൊക്കെ ചേർക്കില്ലേ, ഞാനിതിൽ സവാള ഒന്നും ചേർക്കണില്ല. നാടൻ രുചിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പഴുത്ത തക്കാളിയും പച്ചമുളകുമാണ് വേണ്ടത്. പിന്നെ ഒരു മീഡിയം സൈസ് കിഴങ്ങ് കഴുകി തോലെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാനാവുമ്പോഴത്തേക്ക് ഇത് കറുപ്പ് നിറം വരില്ലേ, അതുകൊണ്ടാണ്. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പാണ് എടുത്തിട്ടുള്ളത്, ഫ്രഷ് ആയിട്ടുള്ള. മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ, കറിവേപ്പില മാത്രം മതി. ചിലർക്കിതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ഇനി നമുക്ക് ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കല്ലിൽ ചതച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. മിക്സിയിലൊക്കെ പെട്ടെന്ന് നമ്മൾ അടിച്ചെടുത്തും അല്ലെങ്കിൽ കത്തി വെച്ച് അരിഞ്ഞിട്ടൊക്കെയല്ലേ ചെയ്യാറ്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, ചെയ്യാത്തവരുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചെറിയുള്ളി ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കട്ടെ. കൂടുതലങ്ങ് പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. എല്ലാം ഇതേപോലെ ഒന്ന് ചതച്ചെടുത്ത് വെക്കട്ടെ ഞാൻ. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഇതേപോലെ എല്ലാം ചതച്ചെടുത്ത് വയ്ക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത് അല്പം മൂത്തതാണ് കേട്ടോ, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ. ഇനി വെളുത്തുള്ളിയും ചതച്ചെടുക്കണേ. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി, ഇതേപോലെ. ഇനി വേണ്ടത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് പൊടി ഇടണ്ട ഇതിലേക്ക്. നമുക്ക് ഇതും ഒന്ന് ചതച്ചെടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ച കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇതാണ് കേട്ടോ കറിയുടെ ടേസ്റ്റ്. അങ്ങനെ ചതക്കേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, ചെറിയുള്ളിയും എല്ലാം. ഇനി ഒരു പഴുത്ത തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ, അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ അറ്റത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. എല്ലാവർക്കും അറിയാലോ. നന്നായി പഴുത്തത് എടുക്കണം കേട്ടോ, അപ്പോഴേ നമുക്ക് കറിയിലേക്ക് അത് വെന്ത് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണേ, കണ്ടു ഇതേപോലെ. ഇനി നമുക്ക് പച്ചമുളകാണ്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് മുളക് പൊടി കുറച്ചെടുക്കാമല്ലോ. അതും ഇതേപോലെ നെടുകെ ഒന്ന് കീറി എടുത്തിടുന്നതാണ് നല്ലത് കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിലേക്ക് മഞ്ഞളും അല്പം മുളക് പൊടിയും ഉപ്പും അല്പം തൈരും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഒരു അരമണിക്കൂറായി വെച്ചിട്ട് കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കണം. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തണുപ്പായിട്ട് കട്ടയായിരിക്കുകയാണ്, അതൊന്ന് ഉരുകി വരട്ടെ കേട്ടോ. വെളിച്ചെണ്ണയിലാണിത് കൂടുതൽ ടേസ്റ്റ്, ഓയിലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ചതച്ച് വെച്ച ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഞാനിത്തിരി കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരും അങ്ങനെ വഴറ്റുമ്പോഴേ. അടി പിടിക്കാതെ ഇളക്കിയെടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്കിതൊന്നും അടിയിൽ പിടിക്കില്ല. പിന്നെ തക്കാളിക്ക് അല്പം വെള്ളമുള്ളതും കൊണ്ട് അതും കൂടി ഒന്ന് മിക്സായി വരും. ഇനി അതിലേക്ക് പൊടി ചേർക്കണം കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മാത്രമേ ചേർക്കണുള്ളൂ. വേറെ ഗരം മസാല അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കണം. പിന്നെ ഒരു അര സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കേണ്ടത്. ചിക്കൻ മസാലയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടിരിക്കുന്ന കുരുമുളകില്ലേ, അതും കൂടി അല്പം ഇട്ട് കൊടുക്കാം. കുറച്ചവിടെ ബാക്കിയിരിക്കട്ടെ. എന്നിട്ടൊന്ന് വഴറ്റണം. സിമ്മിലിട്ടിട്ട് വേണം, പൊടിയൊന്നും കരിയരുത്. തക്കാളിയിലൊക്കെ വെള്ളത്തിൻ്റെയൊക്കെ അംശം ഉണ്ടാവുമല്ലോ, അതൊക്കെ കൂടി ചേർന്നിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ.
ഇപ്പോഴെല്ലാം ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് കേട്ടോ സ്റ്റവ്. ഇതാ എന്നിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ കിഴങ്ങില്ലേ, ആ കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കിഴങ്ങ് ഇത്തിരി അധികം എടുത്തത് കേട്ടോ. കിഴങ്ങില്ലേലും കുഴപ്പമില്ല. ഇനി അതൊന്നും കൂടി ഒന്ന് മസാലയിലേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടേ, അപ്പോൾ അതിലേക്ക് അത്യാവശ്യം പിടിച്ചിട്ടുണ്ടാവും, നോക്കിയിട്ട് വേണം ഇടാനേ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നേരത്തെ ബാക്കി വെച്ചിരുന്ന കുരുമുളക് ചതച്ചതും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം അല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് കൂടുതൽ ഗ്രേവി ആക്കുന്നില്ല. അപ്പോൾ ഒരു ചിക്കൻ്റെ മേലെ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കൂടി ഇറങ്ങി വരുമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, ചിക്കൻ വേവിക്കുമ്പോൾ അങ്ങനെയല്ലേ. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടൊന്ന് പതുക്കെ വേവിച്ചെടുക്കണം കേട്ടോ. ഈ സമയം എല്ലാ മസാലയും കറക്റ്റാണോ എന്നും കൂടിയൊക്കെ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് നോക്കണം, അടിയിലൊന്നും പിടിക്കാതെ. അല്പം ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് 2-3 കിഴങ്ങ് ഞാനൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. കിഴങ്ങ് ഇങ്ങനെ ഉടച്ച് മസാലയിലേക്കൊക്കെ ചേരുമ്പോഴേ, ഗ്രേവിയിലേക്കൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കുമോ ചെയ്യാത്തവർ. ഇനി അല്പം കറിവേപ്പിലയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇത് എണ്ണയിലൊന്നും താളിച്ചൊന്നും ഒഴിക്കണ്ട കേട്ടോ, നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇത് ചേർത്തിട്ടില്ലേ. ഇനി കൂടുതൽ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഗ്രേവി തന്നെ ഒന്ന് വറ്റി കുറുകി തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കില്ലേ.